ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈസി ആയിട്ടൊരു ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടൈപ്പിലുള്ള ഹെയർ ക്ലിപ്പുകൾ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് പുറം മറച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിലേക്ക് പുറം മറച്ചെടുക്കേണ്ടത്. ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൊത്തമായിട്ടും അതിനെ ഒന്ന് പുറം മറച്ചെടുത്തിട്ടുണ്ട്. ഹെയർ ബോയെ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊന്ന് ലൈറ്റർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു ഗ്ലൂ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡും കൂടി വേണ്ട ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ മൊത്തത്തിലുള്ള വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലൂടെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുന്നത് 1.5 മീറ്ററാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നല്ല സ്പീഡായിട്ടൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു റാ പോലെ ആയിരിക്കും കേട്ടോ. ഇനി നമുക്കതിന് ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്നും ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് തുന്നുകയാണ് ചെയ്യേണ്ടത്. ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബേക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ക്യാൻവാസിന് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോൻ്റെ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ബാക്കിൽ ലോക്കായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീസ് ക്യാൻവാസിന് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെയുള്ള ഇതുപോലത്തെ നെറ്റ് ക്ലോത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ഓരോ ഇഞ്ച് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അതിൻ്റെ 2 വശങ്ങൾ കൂടി ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത് എടുക്കുന്നത് 17 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിനെ മൊത്തമായിട്ട് സെൻറ്ററിലൂടെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം ഇതിന് 2-3 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് സൂചി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുന്നിയെടുക്കുക. അതിനുശേഷം ഒരു നെറ്റ് ക്ലോത്താണ് എടുക്കുന്നത്. ഈ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 9 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ലെങ്ത് എടുക്കുന്നത് 20 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. ഇതിനെ 2നെയും ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൽ കിട്ടുന്നത്. ഇനി 2ഉം ചേർത്ത് പിടിച്ച് നമുക്ക് ഇതിലേക്ക് ഒരു ക്ലിപ്പിനെ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ലിപ്പ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തുന്നിയെടുക്കണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗം ഒന്ന് ചുറ്റിയെടുത്ത് ടൈറ്റാക്കി പിടിക്കുക. അതിനുശേഷം ഒന്ന് തുന്നിയെടുക്കുക. ആ 2 കളറും ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഒരു നെറ്റ് ക്ലോത്തിനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചും ഫുൾ ലെങ്ത് എടുക്കുന്നത് 20 ഇഞ്ചും ആണ് കേട്ടോ. ഇനി അതിൻ്റെ അടിയിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചിനെ മൊത്തമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം അതിനെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഒരു നെറ്റ് ക്ലോത്ത് കൂടി എടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അളവും നേരത്തെ എടുത്തിട്ടുള്ള സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്. ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഐഡിയാസുമായിട്ട് വരാം. താങ്ക് യു.